ലാസ്റ്റ് വീക്കിൽ മസ്താനിക്ക് പണി കിട്ടിയത് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു റെന ഫാത്തിമ ആര്യന്റെ കേസ് കംപ്ലൈന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അത് ഏതെങ്കിലും തരത്തിൽ നോമിനേഷനിൽ പോലും കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. പക്ഷെ ആര്യനും ജിസേൽ എന്ത് ചെയ്യാണ്, ഈ ടോപ്പിക് എടുത്ത് പൊക്കിയിരിക്കുകയാണ്. ആര്യൻ ബിഗ് ബോസിന്റെ അടുത്ത് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കൂ, എനിക്കിത് പരാതിയുണ്ട്, വീക്കെൻഡിൽ ഇത് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആര്യൻ എന്തായാലും ഗുഡ് ഗെയിം തന്നെയാണ് മോനെ, ഗുഡ് ഗെയിം ആണ്. ഒന്നാമത്തെ കാര്യം, ആര്യൻ നിഷ്കളങ്കനൊന്നും അല്ല. മറ്റേ നമ്മുടെ ഒണിയിൽ വിടാൻ പോയപ്പോൾ കയറി പിടിച്ചത് അതൊരു ആക്സിഡന്റ് ആയിരുന്നു മോനെ. നീ ഇന്നലെ ആ രണയുടെ പുറത്തൂടെ കയറി കിടക്കാൻ പോയത് ഊള പരിപാടി തന്നെയാണ്, അതിനകത്ത് ഒരു തർക്കമില്ല. അത് തമാശയായിട്ടും ജോക്കായിട്ടും മറ്റുള്ളവർ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, മനസ്സിലായില്ലേ? മനുഷ്യന് വിവരമൊക്കെ വേണം. പിന്നെ ഞാൻ പറയുന്നില്ല ആ പയ്യൻ മോശം ഉദ്ദേശത്തോടെ പോയതാണെന്ന്, അങ്ങനെ ഒരു ഉദ്ദേശം അവനില്ലായിരുന്നു, അത് സത്യമാണ്. ആര്യൻ്റെ ഒരു ബേസിക് ക്യാരക്ടറാണത്. എന്ന് വെച്ചാൽ ചിന്തിക്കാതെ എടുത്ത് ചാടി വകതിരിവില്ലാതെ ഓരോന്ന് ചെയ്യുക. അല്ലാതെ റെന ഫാത്തിമയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയതായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അവിടെ കണ്ടിട്ടില്ല, അത് സത്യമാണ്. പക്ഷെ ആ പയ്യന്റെ പ്രവൃത്തി നിഷ്കളങ്കമാണ്, അത് ആരും കുറ്റപ്പെടുത്താൻ പാടില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് മറ്റേ പുത്തരിക്കണ്ട മൈതാനത്ത് പോയി എന്നങ്ങ് പറഞ്ഞാൽ മതി. റെന ഫാത്തിമ ചെയ്ത തെറ്റ് തന്നെയാണ്. അവിടെ അവരുടെ ഭാഗത്ത് തെറ്റ്, ആര്യന്റെ ബെഡിൽ പോയി കിടക്കേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, തെറ്റാണ്. പക്ഷെ ആര്യൻ അതിന് ചെയ്യേണ്ട രീതി ഇതല്ല. പുറത്തൂടെ അങ്ങ് ചാടി വീണ് കിടക്കാൻ പോയിട്ട് അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ഫണ്ണല്ലേ, എന്നിട്ട് ജിസേൽ അമ്മായി വന്നിരുന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? അതില്ലേ ആ റെന ഫാത്തിമ ഞങ്ങളുടെ കൂടെ ബെഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ, എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടൊക്കെ ഉണ്ട്, പിന്നെ ഞങ്ങളുടെ കൂടെ ഡാർക്ക് ജോക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്